റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആൻഡ് കറന്റ് ഇമോഷൻസ് എന്താണ്, കറന്റ് ഫീലിംഗ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജിയെ കുറിച്ചൊക്കെ എന്താണ് ചിന്തിക്കുന്നത്. ഒരു ടുഗദർനെസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത്, നിങ്ങളെ എങ്ങനെയാണ് ഈ വ്യക്തി കാണുന്നത്, എത്രമാത്രം ഇന്റൻസ്ലി അല്ലെങ്കിൽ എത്രമാത്രം പ്രണയത്തോടെയാണ് നിങ്ങളെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് എന്താണ്, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക, മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒറക്കൽ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് അബാൻഡൻമെന്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ദെൻ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ചാൻസസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ഗോ ഔട്ട്സൈഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ദെൻ ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, സോൾ കോൺട്രാക്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ലീവ് ഇൻ ദ മൊമെന്റ് എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് അബാൻഡൻമെന്റ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ അബാൻഡൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു അവഗണിക്കപ്പെട്ട ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ഒരു എനർജി, അത് മേ ബി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു അബാൻഡൻമെന്റ് അല്ലെങ്കിൽ ഒരു അവഗണന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം, നേരിട്ടിട്ടുണ്ടാകാം നിങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളെ ഒഴിവാക്കിയത് ഈ വ്യക്തി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. മേ ബി നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കാണാതെ ഒരു സമയത്ത് നിങ്ങളെ അവഗണിച്ചു എന്നുള്ളൊരു തോന്നൽ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി അത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, കരുതലോടെ കൊണ്ടു നടന്നിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ആ ഒരു കാര്യം, ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ആ ഒരു കരുതലിനെ ഈ വ്യക്തി കാണാതെ പോയി, ഈ വ്യക്തി നിങ്ങളെ അബാൻഡൻ ചെയ്തു പോയി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ലഭിക്കാതെ പോയതിന്റെ ഒരു മെയിൻ റീസൺ മേ ബി ഈ വ്യക്തിയുടെ തന്നെ ചില മിസ്റ്റേക്സ് ആയിരിക്കാം, ചില അവഗണനയായിരിക്കാം, നിങ്ങളെ അവഗണിച്ചു എന്നുള്ള ഒരു തോന്നൽ ഡീപ്ലി ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ അവഗണിച്ചത്, എത്രമാത്രം കരുതലോടെ എത്രമാത്രം സ്നേഹത്തോടെ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിരുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളെ അവഗണിച്ചു പോയതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇപ്പോൾ റിഗ്രറ്റ് ഫീലിംഗ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ ഒരു പശ്ചാത്താപം ഉള്ളിലുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അബാൻഡൻമെന്റ് ഫീൽ ആകുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളാൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാൽ ഈ വ്യക്തി ഒഴിവാക്കപ്പെട്ടു. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൂടുതൽ ഇമ്പോർട്ടൻസോടെ കണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളെ അവഗണിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നു എങ്കിൽ അവിടെ നിന്നും ഈ വ്യക്തിക്ക് ഒരു ഒഴിവാക്കപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ തോന്നുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ചില കാര്യങ്ങളുടെ വ്യക്തത നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്, ഒരു റിയലൈസേഷൻ, ഒരു ഒഴിവാക്കപ്പെട്ടു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോന്നൽ. എന്തിനാണ് ഇത്രയും ഒരു അവഗണന നിങ്ങളോട് കാണിച്ചത്, ഒരു തീർത്തും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയതിന്റെ ആ ഒരു ഗിൽട്ട് ഫീലിംഗ് ഇപ്പോൾ ഈ വ്യക്തിക്കും തോന്നുന്നുണ്ട്. ഈ വ്യക്തിയിലും ആ ഒരു സെയിം കർമ്മയാണ് ഇപ്പോൾ വ്യക്തി അനുഭവിക്കുന്നത്. ഈ വ്യക്തിക്കും ആ ഒരു തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി ഈ വ്യക്തി ഒരിക്കലും സ്റ്റേബിൾ അല്ലായിരുന്നു, പല കാര്യങ്ങളും പല റീസൺസും കൊണ്ടാകാം. മേ ബി ഫിനാൻഷ്യലി ഈ വ്യക്തി ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. മേ ബി ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കരിയർ ഒരിക്കലും സ്റ്റേബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരുപാട് കടബാധ്യത, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ഈ വ്യക്തിയുടെ സ്വഭാവത്തിലെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും
ഒരിക്കലും ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഒരു സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. സോ അങ്ങനെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് കൊണ്ടുവരണം. വളരെ സ്റ്റേബിൾ ആയിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി ലൈഫ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ചാൻസസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് വീണ്ടും ഒരു ചാൻസ് ഈ വ്യക്തി നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു സെക്കൻഡ് ചാൻസ് ഈ വ്യക്തിക്ക് ലഭിക്കുമോ? അതായത് ഇതുവരെയും ചെയ്തു പോയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ അവഗണന, അങ്ങനെ എല്ലാ രീതിയിലുള്ള വേദനകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഈ വ്യക്തി അതെല്ലാം തിരുത്തി വളരെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ട്രൂ കമ്മിറ്റഡ് ലൈഫ്, ഒരു ട്രൂ റിലേഷൻഷിപ്പിലോട്ട് ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നു. ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗോ ഔട്ട്സൈഡ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു അബാൻഡൻഡ് എനർജി അല്ലെങ്കിൽ ചുറ്റും മേ ബി ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി തന്നെ അങ്ങനെയുള്ള ആളുകളുടെ കൺട്രോളിലാണ് എങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസിൽ നിന്നും പുറത്തേക്ക് വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ നൽകുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തി ഒരുപാട് ഇപ്പോൾ ഡീപ്ലി നിങ്ങളെ മിസ് ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ ഒരുപാട് തിരിച്ചടികൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. ഈ വ്യക്തിക്ക് തന്നെ ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായിരിക്കാം. അതേപോലെ തന്നെ ചില ആളുകൾക്ക് കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ മേ ബി എബ്രോഡ് പോകാനുള്ള എന്തെങ്കിലും കാര്യത്തിലുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അതിലൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി കരിയർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ പുറമേക്കുള്ള ഏതെങ്കിലും ജോലിയോ അല്ലെങ്കിൽ മേ ബി മറ്റൊരു സ്ഥലത്തേക്കുള്ള ഏതെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ജോബിന് വേണ്ടിയിട്ടൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ തന്നെ കംഫർട്ട് സോണിൽ വളരെ ഈഗോയിസ്റ്റിക് മെന്റാലിറ്റി, വളരെ സെൽഫിഷ് ആയിട്ടുള്ള മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരുപാട് സ്വന്തം സോണിൽ, സ്വന്തം കംഫർട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന പേഴ്സൺ ആയിരുന്നു എങ്കിൽ അതിൽ നിന്നുമൊക്കെ ഒരു ബെറ്റർ ഫ്യൂച്ചറിനും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് ഈ വ്യക്തി പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വളരെ മികച്ചൊരു ജീവിത രീതിയിലോട്ട് വരണം. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്കിങ്ങിന് വില്ലിംഗ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. ഒരുപാട് കരുതലോട് കൂടി ഒരുപാട് മികച്ച രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകണം, വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി എന്തെങ്കിലും സീക്രട്സ് ഒക്കെ ഈ പേഴ്സൺ നിങ്ങളോട് പറയാത്തതായിട്ടുണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, മറച്ചു പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. വിശ്വാസ്യതയെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ കബളിപ്പിച്ചു പോയിട്ടുണ്ടാകാം. ചില കാര്യങ്ങളിലൊക്കെ സത്യം മറച്ചു പിടിച്ച് നിങ്ങളെ കബളിപ്പിച്ചു. നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ട്രസ്റ്റ് ആണ് ഈ വ്യക്തി സ്റ്റേബിൾ ആക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ നൽകുകയാണെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത കാര്യത്തെ തിരുത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വ്യക്തി ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചു, എത്രമാത്രം നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോൾ കോൺട്രാക്ട്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ആത്മബന്ധമാണ്, സോൾ കോൺട്രാക്ട് ആണ്. അല്ലെങ്കിൽ വെറും ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ടൈം പാസ് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ളത് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തമ്മിൽ കാണാത്തപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊരു റീസൺ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സോൾസ് തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, എന്താണോ
എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ പേഴ്സണും തിരിച്ച് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു വേദനയും ആ ഒരു സിറ്റുവേഷനെയും ഒക്കെ നിങ്ങൾക്കും മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ഒരു സോൾ ടെലിപ്പത്തി ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ടെലിപ്പത്തി കണക്ഷൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഈ പേഴ്സണെ ചിലപ്പോൾ അത് റിയലൈസ് ചെയ്തതിന്റെ ഒരു ടൈം തന്നെ ചിലപ്പോൾ നിങ്ങൾ മാറി നിന്നപ്പോഴായിരുന്നു. ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോയിട്ടുണ്ടാകാം. പക്ഷേ ഒരു സോൾ കോൺട്രാക്ട് നിങ്ങൾക്കിടയിലുണ്ട്. അതായത് നിങ്ങൾ വെറും ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി കണ്ടുമുട്ടിയവരല്ല. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരു ബന്ധമാണ്. ലൈഫ് ലോങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും സോൾ കോൺട്രാക്ട് എനർജി ഒരു സോൾമേറ്റ് കണക്ഷനെ വളരെ തീവ്രമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ലീവ് ഇൻ ദ മൊമെന്റ്. അതായത് മേ ബി ഈ വ്യക്തി ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കും. ഒരുപാട് സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകി സ്വന്തം ഒരു ഗ്രോത്തിന് വേണ്ടിയും സെൽഫിഷ് തോട്ട്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. സ്വന്തം സുഖം അല്ലെങ്കിൽ സ്വന്തം കംഫർട്ട് വിട്ട് ഈ വ്യക്തി വരാൻ അല്ലെങ്കിൽ ജീവിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിമിഷത്തെ അതിജീവിക്കണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അത്രമാത്രം ഈ വ്യക്തി സ്ട്രോങ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ നിമിഷം പങ്കിടണം. നിങ്ങളുമായിട്ടുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങളെ ഈ വ്യക്തി തീവ്രമായിട്ടും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അതിയായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ട് കണക്ഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, കോൾ ചെയ്യണം, കോണ്ടാക്റ്റിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്ത് അതിലെല്ലാം ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഐ ആം സോ എംപാരസ്ഡ് ഓവർ മൈ ആക്ഷൻസ്. അതായത് ഈ വ്യക്തിക്ക് തന്നെ സ്വയം ഒരു പുച്ഛം തോന്നുകയാണ്, എംബാരസ്മെന്റ് തോന്നുകയാണ്. ഈ വ്യക്തിക്ക് ചെയ്തു പോയ ചില ആക്ഷൻസ്, ചില പ്രവൃത്തികൾ, പറഞ്ഞു പോയ വാക്കുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില മനോഭാവങ്ങൾ, ക്യാരക്ടർ, സ്വഭാവത്തിലൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് സ്വയം ഒരു കുറ്റപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ സ്വയം ഒരു പുച്ഛം തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിലൊക്കെ ഈ വ്യക്തി സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകുന്നുണ്ട്. യാഥാർത്ഥ്യം എന്തായിരുന്നു, നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, എത്രമാത്രം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിരുന്നു, പ്രണയം നിങ്ങൾക്കുണ്ടായിരുന്നു ഈ വ്യക്തിയോട് എന്നെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ വാസ് തിങ്കിങ് ഓഫ് യു ലാസ്റ്റ് നൈറ്റ്. അതായത് ഈ വ്യക്തി ലാസ്റ്റ് നൈറ്റ് പോലും അല്ലെങ്കിൽ തലേന്ന് രാത്രി പോലും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അത്രമാത്രം ഡീപ്ലി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത്. കണ്ണടയ്ക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയത്തും ആ ഒരു ഓർമ്മകളിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി ഡ്രീംസ് കാണുന്നത് പോലും നിങ്ങളെക്കുറിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഗെറ്റ് നെർവസ് ടു കോൾ യു, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇഗ്നോർഡ്. അതായത് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളെ വിളിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തതോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തതോ കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി അത് തെറ്റാണ്, ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല. പക്ഷേ ഈ വ്യക്തി നെർവസ് ആകുകയാണ്. ഈ വ്യക്തിക്ക് ഒരു ഉത്കണ്ഠ തോന്നുകയാണ്. നിങ്ങൾ ഇനി ഈ വ്യക്തിയെ ഇഗ്നോർ ചെയ്യുമോ, നിങ്ങൾക്ക് ഇനി ഈ വ്യക്തിയോട് സ്നേഹമില്ലായിരിക്കുമോ, നിങ്ങൾ മാപ്പ് നൽകാൻ റെഡി ആകില്ലേ, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ, ഈ വ്യക്തിയെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ, ആ ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നെർവസ്നെസ്, അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ വിളിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കാത്തത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു റീഗെയിൻ യുവർ ട്രസ്റ്റ്. കണ്ടോ, വീണ്ടും ട്രസ്റ്റ് ഇഷ്യൂസിന്റെ
ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളിൽ കുറെ പേർ, മെജോറിറ്റി ഓഫ് ആളുകൾക്കും ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാകാം. മറ്റുള്ള ആളുകളുടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്രത്തോളം വഷളാക്കിയത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു സ്നേഹത്തെ വീണ്ടെടുക്കാനാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ നോ ഐ എം ദ വൺ ടു ബ്ലെയിം. കണ്ടോ, വീണ്ടും പറയുകയാണ്, എനിക്കറിയാം എന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരൻ, അല്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരി എന്ന് ഈ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആ ഒരു ബോധ്യമുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വഷളാകാൻ, ഇത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു നോ കോണ്ടാക്റ്റിലോട്ടോ ഒരു സെപ്പറേഷനിലോട്ടോ ഒരു ബ്രേക്കപ്പിലോട്ടോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത, ഒരു കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിസ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതിനുള്ള സോൾ റീസൺ, അതിനുള്ള ഒരേ ഒരു റീസൺ, ഒരേ ഒരു ആള് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ മാത്രമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ അംഗീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ഇൻസ്പയർ മീ എന്നുള്ള ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തന്നിട്ടുള്ളത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏറ്റവും ഒരു കരുതലും ഏറ്റവും ഒരു സപ്പോർട്ടും വേണ്ട സമയത്ത് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ താങ്ങാണ് ഈ വ്യക്തിക്ക് ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഒരു ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ, അത് പേഴ്സണൽ ആകാം, അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ഗ്രോത്ത് ആകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആകാം, ഈ വ്യക്തിയെ സഹായിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, നിങ്ങളുടെ ആ ഒരു സംസാര രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കംഫർട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനെ ഒരുപാട് ഈ വ്യക്തി ഇപ്പോൾ കൊതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ഓൾവേസ് ന്യൂ ഹൗ ടു മേക്ക് മീ സ്മൈൽ. അതായത് ഈ വ്യക്തി പറയുന്ന നോക്കൂ, നിങ്ങൾക്കറിയാം ഈ വ്യക്തിക്ക് എന്താണ്, എങ്ങനെയാണ് ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കേണ്ടത്, ഈ വ്യക്തിയുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയുമാണ് ഈ വ്യക്തിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സാന്ത്വനം, നിങ്ങളുടെ ആ ഒരു കരുതലാണ് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്രോസ്പറസ് ആക്കുന്നത്. സന്തോഷത്തോടെ ഈ വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ടോക്ക് ടു യു എ ലോട്ട് ഇൻ മൈ ഹെഡ്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകളിൽ ഈ വ്യക്തി ഒരുപാട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾക്കിടയിൽ കറക്റ്റ് ആയിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഒരു സെപ്പറേഷൻ പോലെ തന്നെ ആയിരിക്കാം. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാത്ത രീതിയിൽ, സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാകാം, പ്രോബ്ലംസ് ഉണ്ടാകാം. സോ അങ്ങനെ ഒരു സമയത്ത് പോലും നിങ്ങൾ സോൾ കോൺട്രാക്റ്റിലുള്ള ആളുകളാണ്, നിങ്ങൾ സോൾമേറ്റ് കണക്ഷനിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നേരിട്ട് നോക്കി സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, മനസ്സുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ഈ വ്യക്തിക്ക് വാക്കുകളുടെ ആവശ്യമല്ല, ഈ വ്യക്തിയുടെ മനസ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഈ വ്യക്തി അത്രമാത്രം അടുത്തറിയുന്നുണ്ട്, ഫീലിങ്സ് അറിയുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പറയുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ റിയലി ഹേറ്റ് നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ആസ് മച്ച് ആസ് ഐ വാണ്ട് ടു. അതായത് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി അവൈലബിൾ ആയിരുന്നില്ല സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും തിരക്കുണ്ടാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിരിക്കാം, ഫാമിലിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളോട് തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് ആഗ്രഹമുണ്ട്, ഈ വ്യക്തിക്ക് അറിയാം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെന്നൊക്കെ ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളോട് സംസാരിക്കാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോൾ ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി തന്നെ പറയുകയാണ്, ഞാൻ എന്നെ തന്നെയാണ് ഹേറ്റ് ചെയ്യുന്നത്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, നിന്നോട് എനിക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഞാൻ എന്നെ തന്നെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്ത ആ ഒരു പ്രവൃത്തി എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് ഓപ്പൺ അപ്പ് ആകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കണം, തുറന്നു പറയണം, ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളുമായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ പേഴ്സണ്.
നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു മേക്ക് ലവ് ടു യു. അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നുന്ന സമയമാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു പ്രണയം, ഇവരുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങളോട് പറയാൻ, ഷെയർ ചെയ്യാൻ, തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഓവർ. അതായത് ഈ വ്യക്തി പറയുന്നു നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ നോ കോണ്ടാക്ട് ആണ്, ബ്രേക്കപ്പ് ആണ്, സെപ്പറേഷൻ ആണ്, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ എന്ത് തന്നെയാണ് എങ്കിലും കരിയർ റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യവും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടില്ല, ഇനിയും അവസാനിപ്പിക്കാനുള്ള മനസ്സ് ഈ വ്യക്തിക്കില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് ചാൻസ് വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ കാണുന്ന എനർജി ഒരു സെക്കൻഡ് ചാൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. മേ ബി പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിലോട്ട് വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകുന്നുണ്ട്, ആ ഒരു അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. സോ ഒരു റീയൂണിയൻ, റീകൺസിലേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു സാധ്യതയെ ഇവിടെ വളരെ സ്ട്രോങ്ലി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി, എത്രത്തോളം വിശ്വാസത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റി പോലെ വരണമെന്ന് നിങ്ങൾ ആ ഒരു വിശ്വാസപൂർവ്വം, വളരെ വിശ്വാസപൂർവ്വം, അതായത് ഒരു സംശയം വെച്ചിട്ടോ അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ആ ഒരു സംശയത്താൽ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ ഒരു മാറ്റത്തിന് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയും ഒക്കെ ആഗ്രഹിച്ച് വളരെ വിശ്വാസപൂർവ്വം മാനിഫെസ്റ്റ് ചെയ്ത് വളരെ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ് പോലെ അത് വന്ന് ഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടോ, നിങ്ങളുടെ പേഴ്സണെ ബേസ് ചെയ്തിട്ടോ, നിങ്ങളുടെ മാരേജ് അല്ലെങ്കിൽ ടുഗദർനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, സെൽഫ് ഗ്രോത്ത്, അങ്ങനെ എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ട്രോങ് ഡിസൈർസിനെ വീണ്ടും വീണ്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും അത് റിയാലിറ്റിയിലോട്ട് വരാനുള്ള സാധ്യതയെ നിങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസിനും പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങൾക്ക്, നല്ല നല്ല അനുഗ്രഹങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയാൻ മറക്കരുത്. നിങ്ങൾ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ ആ ഒരു ശക്തിയെ മനസ്സുകൊണ്ട് നന്ദി പറയുക. നിങ്ങൾക്ക് താങ്ക് യു മെസ്സേജസ് എഴുതാൻ നിങ്ങൾ മറക്കരുത്, മടി കാണിക്കരുത്. നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ പോരാ എന്ന് പറയാതെ അതിനെ വീണ്ടും വീണ്ടും നിങ്ങൾ അത് ലഭിച്ചതിൽ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങൾ താങ്ക് യു പറയുക. കാരണം എല്ലാവർക്കും ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും ബെറ്റർ ആയിട്ട് വരില്ല, അല്ലെ? തീർച്ചയായിട്ടും നമ്മുടെ കർമ്മ, നമ്മൾ എന്താണോ നമ്മൾ ചെയ്തു പോയത് ആ ഒരു കർമ്മ ബാലൻസ് ആകാനുണ്ടാകാം. ചില കാര്യങ്ങളൊക്കെ വളരെ സ്റ്റേബിൾ ആകാനുണ്ടാകാം. അതൊക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ താങ്ക് യു പറയുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് നല്ല മികച്ച രീതിയിലുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരും. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒക്കെ ആ ഒരു ഹീൽഡ് ആയിട്ട് വരാൻ, ബെറ്റർമെന്റ് ആയിട്ട് വരാനായിട്ട് നിങ്ങൾ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണിൽ വരുമ്പോഴും നിങ്ങൾ അതിനെ വളരെ നന്ദിയോടുകൂടി ഈശ്വരനോട് നന്ദി പറയുക. അതേപോലെ തന്നെ അതിനെ വെൽക്കം ചെയ്യുക. ഓക്കെ, അതിനെ നിങ്ങളൊരു ബൗണ്ടറി തീർക്കാതെ, ബ്ലോക്ക് ചെയ്ത് വെക്കാതെ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹീൽഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ, അതായത് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് എല്ലാം മനസ്സിലാക്കിയും എല്ലാ പോസിറ്റീവ് ചേഞ്ചസിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു പറയുക. ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് നന്ദി പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. ജെൻഡർ ബേസ്ഡ് അല്ല, ഒരു സെപ്പറേറ്റ് ജെൻഡറിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല, ഏത് ജെൻഡറിലുള്ള ആളുകൾക്കും കാണാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.